ഹസീനയെ വിട്ടു നൽകണം. ഇറാനോട് വീണ്ടും ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ്. ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായുള്ള കൂടിക്കാഴ്ചയിൽ കൈമാറ്റ നടപടികൾ വേഗത്തിലാക്കണമെന്നതാണ് ധക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കൈമാറ്റം വീണ്ടും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറുകയാണ്. ഹസീനയെ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന പ്രതീക്ഷയാണ് ധക്ക വീണ്ടും പ്രകടിപ്പിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി താരിഖ് റഹ്മാനുമായി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് ത്രിവേദി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് വിഷയം ഉയർത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ബംഗ്ലാദേശ് ഹസീനയുടെ കൈമാറ്റ നടപടികൾ ഇവിടെ വേഗത്തിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഹസീന വിഷയം വീണ്ടും ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിന്റെ മറ്റൊരു നാഴികക്കല്ല് അളക്കുന്നതായി തന്നെ മാറുകയാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹസീന ആകട്ടെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയും ന്യൂഡൽഹിയിൽ നിന്നും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയും താൻ മരണപ്പെടാൻ ഇടയുണ്ട്, അല്ലെങ്കിൽ തന്നെ ആക്രമിക്കാൻ ഇടയുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം താൻ കൊല്ലപ്പെട്ടേക്കാം എന്ന ഒരു ബോധം തനിക്കുണ്ട് എന്നും, എന്നാൽ തന്നെ വിശ്വസിച്ചിരിക്കുന്ന ജനങ്ങളെ അവർക്ക് ഒരിക്കലും കൈവിടാനാകില്ല എന്ന ഒരു സന്ദേശം കൂടി നൽകിക്കൊണ്ട് അവർ ബംഗ്ലാദേശിലേക്ക് വരുന്ന ഡിസംബറോടുകൂടി തന്നെ മടങ്ങുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. അതോടൊപ്പം തന്നെ ഹസീനയുടെ മകനാകട്ടെ അദ്ദേഹം ഒരു ആരോപണമായി ഉന്നയിച്ചത് ഇന്ത്യയെ മറ്റൊരു പാകിസ്ഥാനാക്കി മാറ്റാനുള്ള ചില ലക്ഷ്യങ്ങൾ, ഗൂഢതന്ത്രങ്ങൾ നടക്കുന്നതായിട്ടുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ 2024 രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പിന്നാലെ തന്നെ ഇന്ത്യയിലെത്തിയ ഹസീനയെ തിരിച്ചയക്കണമെന്ന് ബംഗ്ലാദേശ് നേരത്തെയും ഇത്തരത്തിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ഹസീനയുടെ കൈമാറ്റ അഭ്യർത്ഥന നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ പരിശോധിച്ചു വരികയാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുമാത്രമല്ല, ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹസീന ഡൽഹിയിൽ നിന്ന് അവിടെ നടത്തിയ പരസ്യ പ്രതികരണങ്ങൾക്ക് പിന്നാലെ ഈ വിഷയം കൂടുതൽ ചർച്ച പിടിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന് ഹസീന പ്രഖ്യാപിച്ചതായും ധക്കയിൽ ശക്തമായ രാഷ്ട്രീയ പ്രതികരണത്തിന് ഇടയാക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ താരിഖ് റഹ്മാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ നേരിട്ടുള്ള ആവശ്യം ഇങ്ങനെയാണ്. ഹസീനയുടെ കൈമാറ്റത്തിനൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ ഇന്ത്യയിൽ നിന്ന് തന്നെ തിരിച്ചയക്കണമെന്ന ആവശ്യവും ഈ കൂടിക്കാഴ്ചയിൽ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പൂർണ്ണമായും ഈ ഒരു തർക്കത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. അത്തരമൊരു സന്ദേശമാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നൽകിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും നേരിടുന്ന വിഷയത്തിൽ ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇതായാണ് ഇപ്പോഴത്തെ പ്രധാന രാഷ്ട്രീയ ചോദ്യങ്ങളായി തന്നെ ഉയരുന്ന കാര്യങ്ങൾ. ഹസീനയുടെ കൈമാറ്റം സംബന്ധിച്ച ധക്കയുടെ സമ്മർദ്ദത്തിന് ന്യൂഡൽഹി എന്ത് മറുപടി നൽകുമെന്നതാണ്. മാത്രമല്ല, ഒരു വശത്ത് ബംഗ്ലാദേശ് വേഗത്തിലുള്ള നടപടിയാണ് ആവശ്യപ്പെടുന്നത്, മറുവശത്ത് ഇന്ത്യ നിയമപരമായ നടപടിക്രമങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇവിടെ തീരുമാനമെടുക്കൂ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ചയെ ഒരു സാധാരണ നയതന്ത്ര കൂടിക്കാഴ്ചയെ മാത്രം കാണാനാകില്ല. ഹസീന വിഷയം വീണ്ടും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിന്റെ ഒരു പരീക്ഷണ കല്ലായി തന്നെ മാറുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ന്യൂഡൽഹിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നതിലേക്കാണ് ഇനി ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് വ്യക്തമാവുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.